ഒരിക്കലെങ്കിലും ഗോതമ്പ് ദോശ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. ഇതാവുമ്പോൾ നമുക്ക് കറിയും വേണ്ട, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ പലർക്കും ഇഷ്ടാവില്ല അല്ലേ? കുട്ടികളായാലും മുതിർന്നവരായാലും ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാൻ മടിയാകും. എന്നാൽ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ ഇഷ്ടമില്ലാത്ത ആരും കഴിച്ചു പോകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത നമ്മളെ ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാനിവിടെ ഒരു 2 കയ്യിലാണ് കേട്ടോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 1 കപ്പിലെടുക്കുന്നതാണെങ്കിലും ഈ 1 ടേബിൾ സ്പൂൺ റവ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് കട്ടയൊന്നുമില്ലാണ്ട് നല്ല പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് അധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് നല്ല കട്ടയിലാണ്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ കട്ടയൊന്നുമില്ലാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം ലൂസായിട്ടോ അധികം കട്ടിയായിട്ടോ പാടില്ല കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മൾ മാവ് വേണ്ടത്. ചില ആൾക്കാർ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പക്കാരൊക്കെ ചേർക്കുന്ന കാണാറുണ്ട്, നമ്മളെ ദോശ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അതിൽ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല. അതുപോലെ നമ്മൾ ഈ റവ ചേർത്തുകൊണ്ട് തന്നെ നല്ല നേർങ്ങനെ നമുക്ക് ദോശ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് റവ ചേർക്കാൻ മറക്കല്ലേ. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറിയൊന്നും വേണ്ടെന്ന് പറയുന്നത്. ഇത് മാത്രം മതിയാവട്ടെ, ഈ ഒരു മിക്സ് മാത്രം മതിയാകും. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ശർക്കര പൊടിയാണ്. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര പൊടി നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ശർക്കര ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. കൈവച്ച് ഒന്ന് ഞെരടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങി ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് തേങ്ങയിൽ പിടിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലുള്ള അയണിൻ്റെ ദോശക്കല്ല കേട്ടോ ദോശ ചുടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടും ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കല്ല് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ചൂടാവുന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഒരു കയ്യിൽ മാവ് നല്ല നേർങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കുറച്ച് ഹെൽത്തി ആയിട്ട് കിട്ടാനും ഞാനിതിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് മറിച്ചിടാനും അതുപോലെ നല്ല ക്രിസ്പി ആക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല ക്രിസ്പി ആക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ 2 ഭാഗവും അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആവുന്നതെന്ന് തോന്നുന്ന സമയത്ത് നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു തേങ്ങാ ശർക്കര മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മധുരം വേണം, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ആ ഒരു ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പുറത്തേക്ക് അങ്ങ് പോകില്ല. അപ്പോൾ ഈ ഒരു ചൂടിന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി തേങ്ങയിലൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ 2 ഭാഗവും ഒന്ന് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഡിന്നറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ആക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ദോശേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ലേ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്